എന്റെ ബ്രോക്കറെ ഒന്ന് നിക്കവിടാ. നടക്കത്തില്ല രതീഷ, നടക്കത്തില്ല. നടക്കണ്ടത് ഇന്നാ മതി. ഇന്ന് നിനക്ക് പെണ്ണ് കാണാൻ പോയി എന്താ കുഴപ്പം? ഒരു അർജന്റ് കാര്യമുള്ള കൊണ്ടല്ലേ. അപ്പൊ ആ പെണ്ണ് വേറെ കെട്ടിപ്പോയെന്ന് വിചാരിച്ചേക്കാം. ബ്രോക്കറെ പെണ്ണിന്റെ അച്ഛൻ ഭയങ്കര കൃത്യനിഷ്ഠയുള്ള ആളാണ്. വാക്ക് പറഞ്ഞിട്ട് പാലിച്ചില്ലെങ്കിലുണ്ടല്ലോ നിന്നെ വേണ്ടെന്ന് വെച്ചാണ്. അങ്ങനെ എത്ര കല്യാണം മുടങ്ങിയിരിക്കും. അയ്യോ, ഗവൺമെന്റ് ജോലിയുള്ള പെണ്ണാണ്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. അവക്കറിയാവാ നിനക്ക് അവളെ ഇഷ്ടമാണ്. അതില്ല. അപ്പൊ അവള് പോയടാ. എന്താണ് രതീഷേ? ഒരു വഴിയുണ്ട്. കാണാൻ ഒട്ടും ഭംഗി, ഒരു ജോലി ഇല്ലാത്തൊരുത്തനെയും കൊണ്ട് ബ്രോക്കർ പെണ്ണ് കാണാൻ പോണം. അവനെ ഞാൻ കണ്ടുപിടിക്കണായിരിക്കും അല്ലേ? കണ്ടുപിടിക്കണം. നടക്കേല. എന്താണിത്, എങ്ങോട്ടീത്? അവനെ കൊണ്ട് നിങ്ങൾ പെണ്ണിന്റെ വീട്ടിൽ ചെല്ലുന്നു, പെണ്ണ് കാണുന്നു. എന്താണിത്, ബ്രോക്കർ പറഞ്ഞുകൊണ്ട് ഞാൻ ചെറുക്കനെ കുറിച്ച് ഒന്നും അന്വേഷിച്ചിട്ടില്ല. ആരാരിവർ? അഴിയാ കെട്ടാണ്, അറിയാ പോക്കാണ്, വീടും വിട്ടേതോ ദൂരെ പോകുന്നേ. ചെറുക്കനെ പറ്റി നല്ലതാണ് പറയണതെന്ന് ചെറുക്കന് തോന്നും, പക്ഷേ നല്ലത് പറയരുത്. നിറച്ചൊന്നു കണ്ടില്ല, മിണ്ടി പറഞ്ഞു തുടങ്ങിയില്ല. കണ്ണു നിറച്ചൊന്നു കണ്ടില്ല, മിണ്ടി പറഞ്ഞു തുടങ്ങിയില്ല. അതെ, പെണ്ണിന്റെ നോട്ടം കണ്ടിട്ട് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് തോന്നണത്. ചെറുക്കന്മാര് വേറെയും ഉണ്ട്. വന്നെത്തി എങ്ങാണിത്? പെണ്ണിനെ കണ്ട് തിരിച്ചു വന്ന വഴി പെണ്ണിന്റെ അച്ഛൻ വിളിക്കുന്നു, കല്യാണം വേണ്ടെന്ന് പറയുന്നു. പിറ്റേ ദിവസം നമ്മൾ രണ്ടും കൂടി പെണ്ണ് കാണാൻ പോകുന്നു. അതാണ് ഒറിജിനൽ പെണ്ണ് കാണാൻ. പെണ്ണ് കാണാൻ പോയാ പെണ്ണിന്റെ അച്ഛൻ വിളിച്ചാ ഫുൾ സെറ്റ് അല്ലേ? അല്ല. അറിയുമോ എന്താണിത്? അതെ, പെണ്ണിന് ചെറുക്കനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ആടത്തെ കൊണ്ടിട്ടുണ്ട് നടക്കണം. നിനക്ക് ഗവൺമെന്റ് ജോലിയുള്ള പെണ്ണാ. എനിക്ക് കുഴപ്പമില്ല. പെണ്ണിന് കുഴപ്പമുണ്ട്. എന്നിട്ട് എന്നെ ഇഷ്ടപ്പെട്ടല്ല. ആര് പറഞ്ഞു? ഫോണിൽ പറയണ ഞാൻ കേട്ടു. മുന്നോട്ടേക്ക് എന്തൊക്കെയാ? ബ്രോക്കറെ, ചെറുക്കനെ കൊണ്ടൊന്ന് ഇങ്ങോട്ടൊന്ന് വരാവോ? നിന്റെ കല്യാണം മുടങ്ങിയടാ. ലോകത്തോ പയ്യൻ മാനേജറാണെന്നല്ലേ പറഞ്ഞു? ഏത് കമ്പനിയുടെ മാനേജറാ? അക്വാസ്റ്റാറിന്റെ കമ്പനിയിലാണോ ജോലി? അറിയുവാ? അക്വാസ്റ്റാർ അറിയാത്ത മലയാളികളുണ്ടാ? ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയല്ലേ അക്വാസ്റ്റാർ. ഇവരാകുമ്പോ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞങ്ങളുടെ വീട് ഫുള്ള് ചെയ്തിരിക്കുന്നത് അക്വാസ്റ്റാറിന്റെ UPVC പാത്തി ഉപയോഗിച്ചിട്ടാണ്. അതും എന്റെ ഒറ്റ നിർബന്ധം കൊണ്ട് മാത്രം. 10 വർഷമായിട്ടും ഇന്നും പുതുമയോടെ തന്നെ നിൽക്കുന്നു. അവർക്കാകുമ്പോഴേ 5 ഇഞ്ച് മുതൽ 18 ഇഞ്ച് വരെയുള്ള പാത്തിയും കിട്ടും. അതുകൊണ്ട് അക്വാസ്റ്റാർ തന്നെയാണ് എന്നും നല്ലത്. കമ്പനിയൊക്കെ എങ്ങനെ പോകുന്നു? ഏത് കമ്പനി? നീ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്ന? കമ്പനിയാ? ഇയാള് പറഞ്ഞ നീ കമ്പനിയിലാണെന്ന്. എനിക്കറിയത്തില്ല. പ്രണയ